കപ്പിനും ചുണ്ടിനുമിടയിൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടതിന് പിന്നാലെ കെ.സി. വേണുഗോപാൽ പക്ഷത്ത് അതൃപ്തി പുകയുന്നു. കെ.സി. വേണുഗോപാലിനെതിരെ വ്യാപകമായ വ്യാജപ്രചാരണം നടന്നതായ ആരോപണം. പ്രചാരണത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്ന് നിയുക്ത എം.എൽ.എ. പഴകുളം മധു ആവശ്യപ്പെട്ടു. അതിനിടെ തന്റെ പക്ഷത്തുള്ളവർക്ക് മന്ത്രിസഭയിൽ പരമാവധി പ്രാതിനിധ്യം ഉറപ്പിക്കാനുള്ള നീക്കത്തിലാണ് കെ.സി. വേണുഗോപാൽ. എം.എൽ.എമാരുടെ ഭൂരിപക്ഷ പിന്തുണ, ഹൈക്കമാൻഡിന്റെ വിശ്വസ്തൻ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാൽ തന്നെ എത്തുമെന്ന് വിശ്വസിക്കാൻ അനുയായികൾക്ക് കാരണങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. ഡൽഹി സുനേരി ബാഗിലെ ഔദ്യോഗിക വസതിയിലേക്ക് കെ.സി. വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി വിളിച്ചു വരുത്തുമ്പോൾ ആ പ്രതീക്ഷകൾക്ക് തിടം വെച്ചു. 2 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ പക്ഷേ ഫലം നിരാശയായിരുന്നു. അതോടെ കെ.സി. ക്യാമ്പ് മ്ലാനമായി. പിന്നാലെ വി.ഡി. സതീശൻ ക്യാമ്പിനെ ലക്ഷ്യമിട്ട് കെ.സി. അനുയായികൾ രംഗത്തെത്തി. കെ.സിക്കെതിരെ ആസൂത്രിതമായ സൈബർ ആക്രമണം നടന്നെന്നും സമൂഹ മധ്യത്തിൽ താറടിച്ചു കാട്ടാനുള്ള ശ്രമമായിരുന്നുവെന്നും നിയുക്ത എം.എൽ.എ. പഴകുളം മധു. പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ച് അന്വേഷണം വേണമെന്നും ആവശ്യം. 4-ാം തീയതി വോട്ടെണ്ണൽ കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് കേരളത്തിൽ സംഘടിതമായ അക്രമമുണ്ട്. ആ അക്രമം കേരളത്തിലെ കോൺഗ്രസിനെ ഇന്നത്തെ നിലയിൽ എത്തിക്കാൻ കഠിനമായി തപസ് ചെയ്ത, അഹോരാത്രം പണി ചെയ്ത ഒരു നേതാവിനെ സിംഗിൾ ഔട്ട് ചെയ്ത് ആക്രമിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന, സ്വഭാവഗതി ചെയ്യുന്ന ഒരു ക്യാമ്പയിനായിരുന്നു. ആ ക്യാമ്പയിൻ ആര് നടത്തി, ആരതിനെ സപ്പോർട്ട് ചെയ്തു എന്ന് കണ്ടെത്തണം. അതൃപ്തി പരസ്യമാക്കിയില്ലെങ്കിലും AICC തീരുമാനത്തിൽ കെ.സിയും കടുത്ത നിരാശയിലാണ്. മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായെങ്കിലും മന്ത്രിസഭയിൽ തന്റെ പക്ഷത്തുള്ളവർക്ക് മതിയായ പ്രാതിനിധ്യവും പ്രധാന വകുപ്പുകളും വേണമെന്നാണ് കെ.സി. വേണുഗോപാലിന്റെ ആവശ്യം. മീഡിയ 1 തിരുവനന്തപുരം.